രാവിലെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. മൗണ്ട് വൈവർലി കാത്തുൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. നല്ല ഫ്രഷ് ബ്രീത്താണ്. രാവിലെ നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യും നമ്മളൊന്ന് നടന്നിട്ട് തിരിച്ചു വരാൻ നേരത്ത്. എല്ലാ പുല്ലും സംഭവങ്ങളും എല്ലാം കണ്ടില്ലേ, ആൾക്കാർ നല്ല ക്ലിയറായിട്ട് വെട്ടി ക്ലിയറാക്കി വെച്ചേക്കാണ്, നല്ല ഷേപ്പിൽ. എല്ലാ ഇതുപോലെയുള്ള ലാൻഡിനായിട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളും പക്ക മെയിൻറ്റെയിൻഡാണ്. ഇതൊരു കോഫി ഷോപ്പാണ്. ഞങ്ങൾ പറഞ്ഞ വഴിക്ക് ഈ ഒരു കോഫി ഷോപ്പിൽ കയറി ഓരോ കോഫി കുടിക്കും. അപ്പോൾ നല്ല ഹീറ്റാണ് അതിനകത്ത്. നമ്മൾ തണുപ്പത്തൂടെ നടന്നു വരികയാണല്ലോ, നല്ല ചൂടാണ്. ഒരു 10-15 മിനിറ്റ് അതിനകത്ത് സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു റിസർവ് ഫോറസ്റ്റ് ഉണ്ട്. ഈ റിസർവ് ഫോറസ്റ്റ് വഴി നമ്മൾ ക്രോസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കിലോമീറ്റേഴ്സ് സേവ് ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് നല്ല ഫ്രഷ് ബ്രീത്ത് അവിടെ നിന്ന് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഈ റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നിറയെ കനാലുകളും ഇടതൂർന്ന മരങ്ങളും അതിൻ്റെ ഇടയിൽ കണ്ടമാനം കിളികളും ഇതൊക്കെ കണ്ട് നമ്മൾ നടക്കാൻ നേരത്ത് നമുക്കൊരു ഫ്രഷ് ബ്രീത്താണ്. ഈ പറയുന്ന പോലെ ഇതിൻ്റെ അകത്തൊന്നും ആളുകളൊന്നും ഇല്ലാട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. നടക്കാനായിട്ട് മോർണിംഗ് ടൈമിലൊക്കെ ആൾക്കാർ വരാറുണ്ട്. ഇത് കണ്ടില്ലേ, പ്രത്യേക തരത്തിലുള്ള ഡക്സാണ്. ഇവരൊക്കെ ഒരു പേടിയും ഇല്ലാണ്ട് ഇതിനകത്തൂടെ കൂളായിട്ട് നടക്കുകയാണ്. ഇതിനെയൊക്കെ കണ്ട് ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ലേക്സ്, മനസ്സിലായി, ആ ലേക്സിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം പല പക്ഷികൾ. അവരൊക്കെ ഒട്ടും ഫിയറിങ് ഇല്ലാണ്ട്, ഒട്ടും ഫിയേർഡല്ലാണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അത് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു രസമാണ്. ഇത് പറയാൻ നേരത്ത് നമ്മുടെ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ പോകും. ഇതെനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ സൈഡിലുള്ള ഏതെങ്കിലും ഒരു ഫാമിൽ നിന്ന് വന്നേക്കുന്ന ആടുകളായിരിക്കണം, മനസ്സിലായി. അവരും അവിടെ വളരെ കൂളായിട്ട് വിഹരിക്കുന്നുണ്ട്, നടന്ന് ഇങ്ങനെ പോകുന്നത്. നല്ല രസകരമായി ഈ ഒരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾ. പതുക്കെ നടന്ന് കാത്തുൻ്റെ വീടിൻ്റെ സൈഡിലെത്തി. ഇതാണ് കാത്തുൻ്റെ റോഡ്, മൗണ്ട് വൈവർലി. ഇവിടെ നമ്മൾ പതുക്കെ വീട്ടിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉണ്ടല്ലേ, അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന തത്തേണ്ട ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് ഈ തത്തേന. ഈ വീടൊരു 3 ബെഡ്റൂം ഹൗസാണ്. അതിൽ 3 ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചെറിയ വീടുകളാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടേജാണത്. നമ്മൾ വീട് തുറന്ന് നമ്മളകത്തേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഹോളും ബാക്ക് സൈഡിൽ 3 ബെഡ്റൂംസുമാണ്. ബെഡ്റൂംസിലേക്ക് ഞാൻ പോകുന്നില്ല, അവിടെയൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ പതുക്കെ ഹോളിൽ കൂടി നടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ കാണാം വീടിൻ്റെ. കിച്ചണിൽ നിന്ന് നമ്മൾ പതുക്കെ പുറത്തേക്ക് ബാക്ക് സൈഡിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു ഡെക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ആ ഡെക്കിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ കാണുന്നത് റിസർവ് ഫോറസ്റ്റാണ്. നമ്മളിപ്പോൾ നടന്നു വന്നെന്ന് പറയുന്നില്ലേ, ആ റിസർവ് ഫോറസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടുന്ന് വേറെ യാതൊരു ഒബ്സ്റ്റാക്കിൾസും ഇല്ല. ഈ ഡെക്കിൽ നമ്മൾ വൈകിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലോ രാവിലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലോ നമ്മുടെ വ്യൂ ഡയറക്റ്റ്ലി റിസർവ് ഫോറസ്റ്റിലേക്കാണ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.